ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായി. എല്ലാ വിമാന സർവീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് സിഇ പോൾ ഗ്രിഫിത്സ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. UAE-യിൽ 75 വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ പേമാരിയെ തുടർന്ന് 8 ദിവസത്തോളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താറുമാറായത്. ഇന്നലെ മുതൽ സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്സ് അറിയിച്ചു. ബാഗേജ് വിതരണം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്തെ മറ്റ് രാജ്യാന്തര വിമാനത്താവളങ്ങളായ ഷാർജ, അബുദാബി, റാസുൽ ഖൈമ, ഫിജേറ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളും പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. വിമാനയാത്ര മുടങ്ങി ദുബായിൽ കുടുങ്ങിപ്പോയവരിൽ നിന്ന് വിസ കാലാവധി പിന്നിട്ടതിനുള്ള പിഴ ഈടാക്കില്ല എന്ന് ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ വെള്ളക്കെട്ട് നീക്കി റോഡുകളിലെല്ലാം ഗതാഗതം സാധാരണ നിലയിലെത്തിയിട്ടുണ്ട്. ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ UAE-യിൽ മഴക്കെടുതിയിൽ നാശം നേരിട്ടവരുടെ കാർ ലോൺ, പേഴ്സണൽ ലോൺ എന്നിവയുടെ തിരിച്ചടവിന് 6 മാസം വരെ സമയം നീട്ടി നൽകണമെന്ന് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് അടിയന്തര സഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഷാർജയിൽ പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും ഒരുക്കിയിട്ടുണ്ട്. ഷാർജ എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമാണ് സംവിധാനം ഏർപ്പെടുത്തിയത്. അപേക്ഷകളിൽ ഷാർജ സോഷ്യൽ സർവീസ് വകുപ്പ് നടപടി സ്വീകരിക്കും. 24 ദുബായ്.